സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പിന്മാറൽ ധനവകുപ്പിന് ഇരട്ടി പ്രഹരമായി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിൻ്റെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡെപ്യൂട്ടേഷനിൽ പോയത്. മുതിർന്ന ഉദ്യോഗസ്ഥർ ധനവകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ മടിക്കുന്നതും വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നു. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇപ്പോൾ ഓണക്കാലത്തെ ചെലവുകൾക്കായി കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരുന്നത്. ഏണ്ട 5000 കോടിയോളം രൂപയാണ് ഈ ഓണക്കാലത്തെ ചെലവുകൾക്കായി സംസ്ഥാനത്തെ ധനവകുപ്പിനെ കണ്ടെത്തേണ്ടി വരുന്നത്. ഇതിനിടയിലാണ് ധനവകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ സംസ്ഥാനം വിടാനുള്ള തീരുമാനമെടുത്തതും അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയതും. കേന്ദ്ര മന്ത്രാലയത്തിൽ, സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് രവീന്ദ്രകുമാർ അഗർവാൾ ചുമതലയേൽക്കുന്നത്. ഏതായാലും ഈ ഒരു പിന്മാറ്റം സംസ്ഥാനത്തെ ധനവകുപ്പിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം ഓണക്കാലത്ത് ക്ഷേമ പെൻഷന്റെ ഒരു കുടിശ്ശിക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി 1800ഓളം കോടി രൂപ വേണം. ബോണസും അതോടൊപ്പം ക്ഷാമബദ്ധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി 700ഓളം കോടി രൂപ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാണ്. സപ്ലൈകോയുടെ പ്രതിസന്ധി തീർക്കുന്നതിനായി 600 കോടി രൂപ സപ്ലൈകോ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ കരാറുകാരുടെ തുക കൊടുത്തു തീർക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി 5000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത്. മാത്രമല്ല മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ പോസ്റ്റിലേക്ക് എത്തുന്നതിന് വിമുഖത കാണിക്കുകയും ചെയ്യുന്നു. ആകർഷണീയമായ തസ്തികയാണെങ്കിലും ചില ബാഹ്യ ഇടപെടലാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ പിന്മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ ചുമതലയുള്ള KM എബ്രഹാമിന്റെ ചില ഇടപെടലുകൾ ഇത്തരം ഉദ്യോഗസ്ഥരെ ഈ ധനകാര്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ധനകാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ആണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല കൈകാര്യം ചെയ്തിരുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് നോക്കുന്നത്. കാരണം കേന്ദ്രവുമായുള്ള നിയമ പോരാട്ടം നടക്കുന്നു. ഈ കേന്ദ്രവുമായുള്ള നിയമ പോരാട്ടത്തിനും അതോടൊപ്പം കേന്ദ്രവുമായുള്ള ആശയവിനിമയത്തിനും വേണ്ട ഒരു വർഷക്കാലം ചുക്കാൻ പിടിച്ചത് രവീന്ദ്രകുമാർ അഗർവാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം സംസ്ഥാനത്തെ ധനവകുപ്പിനെ ഒരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. SKN. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.